ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC. കേരള PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ കേരള പൊളിറ്റിക്സ് എന്ന ഭാഗത്തു നിന്നും ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന പ്രശസ്തമായ കൃതി ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രശസ്തമായ കൃതിയാണ് 1.25 കോടി മലയാളികൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? ഉത്തരം കെ കരുണാകരൻ. അടുത്ത ചോദ്യം, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കറായ ആദ്യ വനിത ആരാണ്? റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കറായ ആദ്യ വനിത. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. ആർ ശങ്കരനാരായണൻ തമ്പിയാണ് കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ. കേരളത്തിലെ ആദ്യ ധനമന്ത്രി സി അച്യുതമേനോൻ. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11. 11 അംഗങ്ങളായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിച്ച വർഷം ഏതാണ്? ഉത്തരം 1969. 1969 കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിച്ചത്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. 2 കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത്. സംസ്ഥാന വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള സംസ്ഥാനത്തിൽ ആദ്യത്തെ മന്ത്രിസഭ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5 ആദ്യത്തെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അടുത്ത ചോദ്യം, ആദ്യത്തെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ട വർഷമേത്? 1959 ആദ്യത്തെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? രാമസ്വാമി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആര്? ഗവർണർ. ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1956 നവംബർ 1. അടുത്ത ചോദ്യം, 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, 1957 ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ EMS കേരളത്തിൽ മത്സരിച്ച മണ്ഡലം ഏതായിരുന്നു? ഉത്തരം നീലേശ്വരം. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS മത്സരിച്ച മണ്ഡലം നീലേശ്വരമായിരുന്നു. കേരള നിയമസഭയിൽ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. അടുത്ത ചോദ്യം, ഏതൊക്കെ പ്രദേശങ്ങൾ ചേർന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് സർവീസ് അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ഉമ്മൻചാണ്ടി.
നിയമസഭാ അധ്യക്ഷൻ, സ്പീക്കർ. അടുത്ത ചോദ്യം, സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? പി. കൃഷ്ണപിള്ള. പി. കൃഷ്ണപിള്ളയാണ് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്. സഖാവ് എന്ന നാടകം ആരുടെ കഥ പറയുന്നു? കൃഷ്ണപിള്ള. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.